വെൽക്കം ബാക്ക് ടു ഫൈനാൻസ് ലെറ്റേഴ്സ്. സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻട്രൊഡക്ഷൻ ടു സ്ട്രക്ചർ അനാലിസിസ് 1. നിങ്ങളെ S3യിലുള്ള നമ്മളെ സ്ട്രക്ചർ അനാലിസിസ് 1 എന്നൊരു സബ്ജക്റ്റിനെ കുറിച്ചാണ് ഞാൻ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ സ്റ്റുഡൻസ്, നമ്മളെ സബ്ജക്ട് കോഡ് വരുന്നത് PCCET 303 ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ ഒരു തേർഡ് സെമ്മിലോട്ട് കടക്കുമ്പോൾ നമ്മൾ കോർ സബ്ജക്ട്സ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ സ്ട്രക്ചർ അനാലിസിസ് എന്ന് പറയുന്നത് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ്. നമ്മളൊരു കോർ ആയിട്ടുള്ള സബ്ജക്റ്റാണ് നമ്മൾ സ്ട്രക്ചർ അനാലിസിസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അനാലിസിസ് 1 ഉണ്ട്, 2 ഉണ്ട്. സോ നിങ്ങൾക്ക് ഈ ഒരു സെമ്മിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള സ്ട്രക്ചർ അനാലിസിസ് 1 ആണ്, അഥവാ SA1 എന്ന് പറയും. ഓക്കെ, സോ അപ്പൊ നമുക്ക് ഇതിന്റെ കോഴ്സ് കോഡ് നോക്കാം. കോഴ്സ് കോഡ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് PCCET 303 ആണ്. ഓക്കെ, ഇതിന്റെ CIE മാർക്ക് എന്ന് പറയുന്നത് നമ്മൾ ഇന്റേണൽ മാർക്സ്, കണ്ടിന്യൂസ് ഇന്റേണൽ എക്സാമിനേഷൻ മാർക്സ് ആണ്. ഓക്കെ, സോ അതിന്റെ മാർക്ക് എന്ന് പറയുന്നത് ഇന്റേണൽ മാർക്ക് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് 40 മാർക്സിനാണ് ഉള്ളത്. ഓക്കെ, ഇനി നിങ്ങൾ ESE ദാറ്റ് എൻഡ് സെമസ്റ്റർ എക്സാം, നിങ്ങളുടെ യൂണിവേഴ്സിറ്റി എക്സാമിന്റെ മാർക്ക് എന്ന് പറയുന്നത് എത്ര, ദാറ്റ് ഈസ് 60 മാർക്സിലാണ് ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പോൾ ടോട്ടൽ 60 + 40 100. ഓക്കെ, ഇനി ക്രെഡിറ്റ് വരുന്ന അത്ര, ദാറ്റ് ഈസ് 4 ആണ്. അതുപോലെ നിങ്ങളെ എക്സാമിനേഷൻ ഹവർ എന്ന് പറഞ്ഞാൽ 2 hours 30 minutes ആണ്. ഇനി നിങ്ങൾക്ക് ഇതിന് മുൻപ് നിങ്ങൾക്ക് പഠിക്കണമെന്ന് വെച്ചാൽ PCCLT 205 നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചിട്ട് നിങ്ങൾ ഇതിലോട്ട് കടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പഠിച്ചിട്ട് ഒന്നുകൂടി നിങ്ങളൊന്ന് റിവൈസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അനാലിസിസ് എന്തായിരിക്കും, നിങ്ങൾക്ക് ഒന്നുകൂടി ഈസി ആയിരിക്കും. ഇനി നമ്മുടെ കോഴ്സ് ടൈപ്പ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് തിയറി ടൈപ്പ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം മക്കളെ എന്തൊക്കെയാണ് നമ്മളെ കണ്ടിന്യൂസ് നമ്മളെ CI മാർക്കിൽ എങ്ങനെ ഡിസ്ട്രിബ്യൂഷൻ വന്നിട്ടുള്ളത് നോക്കാം. ഓക്കെ, സോ കണ്ടിന്യൂസ് ഇന്റേണൽ ഇവാലുവേഷൻ മാർക്സ് ആണ്. സോ കണ്ടിന്യൂസ് ഇന്റേണൽ ഇവാലുവേഷൻ മാർക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങളെ ഇന്റേണൽ മാർക്കാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ആ ഇന്റേണൽ മാർക്കിൽ നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ട് 40 മാർക്സ് ആണ്. സോ അതിൽ അറ്റൻഡൻസ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് 5 മാർക്സിനാണ് നമ്മളെ അറ്റൻഡൻസ് വരുന്നത്. പിന്നെ നിങ്ങൾ അസൈൻമെന്റിന് മൈക്രോ പ്രൊജക്ട്സ് ഉണ്ട്. സോ അസൈൻമെന്റ്സ് എല്ലാം കൂടിയും കൂടിയിട്ട് ദാറ്റ് ഈസ് 50 മാർക്സിനാണ്. പിന്നെ നിങ്ങൾക്ക് 2 സീരീസ് എക്സാം ഉണ്ട്, അതായത് ഇന്റേണൽ എക്സാം ഉണ്ടാവും. ഓക്കെ, ആ ഇന്റേണൽ എക്സാമിനേഷൻ 1ന് സീരീസ് എക്സാം 1ന് എത്രയായിരിക്കും, ദാറ്റ് ഈസ് 10 മാർക്സിനാണ്. അതുപോലെ നമ്മൾ ഇന്റേണൽ എക്സാം 2 രണ്ടാമത്തെ നമ്മുടെ സീരീസ് എക്സാമിന്റെ മാർക്ക് എന്ന് പറയുന്നത് ടോട്ടൽ 10ലാണ്. അപ്പോൾ ടോട്ടൽ എത്ര കിട്ടും, ദാറ്റ് ഈസ് 40 മാർക്സ് ആണ്. സോ ഇങ്ങനെ നിങ്ങളെ ഇന്റേണൽ മാർക്കിന്റെ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നിങ്ങൾ എൻഡ് സെമസ്റ്റർ എക്സാം നമ്മൾ KT കണ്ടക്ട് ചെയ്യുന്ന നിങ്ങളുടെ എൻഡ് സെമസ്റ്റർ എക്സാമിന്റെ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെ നോക്കാം. ഓക്കെ, സോ നമുക്ക് മെയിൻലി നിങ്ങൾക്ക് അറിയാം 24 സ്കീമിൽ എന്ന് പറഞ്ഞാൽ പാർട്ട് എയും പാർട്ട് ബി ആണ് അല്ലേ. സോ പാർട്ട് എ എന്ന് പറഞ്ഞാൽ ഓൾ ക്വസ്റ്റ്യൻസ് നീഡ് ടു ബി ആൻസർ, നമ്മൾ എല്ലാ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യണം, നമ്മൾ ആൻസർ ചെയ്യണം. പാർട്ട് ബിയിൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് 2 ക്വസ്റ്റ്യൻ ഉണ്ടാവും, ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഫുള്ള് മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, അറ്റൻഡ് ചെയ്താൽ മതി. അതാണ് നമ്മൾ പാർട്ട് എയും പാർട്ട് ബിയും. ഇനി നമുക്ക് പാർട്ട് എ എങ്ങനെ നോക്കാം. പാർട്ട് എയിൽ എന്ന് പറഞ്ഞാൽ 2 questions ഫ്രം ഈച്ച് മൊഡ്യൂൾ. ടോട്ടൽ നമുക്ക് എത്ര മൊഡ്യൂൾ ഉണ്ട്, ടോട്ടൽ നമുക്ക് 4 മൊഡ്യൂൾ ഉണ്ട് അല്ലേ മക്കളെ. ഈ 4 മൊഡ്യൂളിന് നിങ്ങൾക്ക് ഓരോ മൊഡ്യൂളിന് എത്ര 2 മാർക്ക് 2 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, മനസ്സിലായോ. ഓരോ മൊഡ്യൂളിനും ഈച്ച് കാര്യം 2 questions ഉണ്ടാവും. ഇനി ടോട്ടൽ അപ്പൊ നമുക്ക് 4 മൊഡ്യൂൾ പറയുമ്പോൾ എത്ര ഉണ്ടാവും, നമുക്ക് 8 questions ഉണ്ടാവും അല്ലെ. ഓരോ മൊഡ്യൂളിനും 2 questions വീതം. സോ 4 മൊഡ്യൂളിന് ദാറ്റ് ഈസ് 8 questions ഉണ്ടാവും. അങ്ങനെ ഓരോ ക്വസ്റ്റ്യൻ ക്യാരി എത്ര 3 മാർക്സ് ആണ്. സോ 8 × 3 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 24 മാർക്സ്. അപ്പൊ നിങ്ങൾക്ക് പാർട്ട് എയിൽ എത്രയാണ് വെയിറ്റേജ് എന്ന് പറയുന്നത്, ദാറ്റ് ഈസ് 24 മാർക്സ് ആണ്. ഇനി പാർട്ട് ബി എന്ന് പറയുന്നത് ഈച്ച് ക്വസ്റ്റ്യൻ ക്യാരീസ് 9 മാർക്സ്. ഓരോ ക്വസ്റ്റ്യൻ എത്രയാണ് മാക്സിമം എന്ന് പറയുന്നത് 9 മാർക്കാണ്. സോ നിങ്ങൾക്ക് അറിയാം 2 questions വിൽ ബി ഗിവൺ ഫ്രം ഈച്ച് മൊഡ്യൂൾ. നമുക്ക് ഓരോ മൊഡ്യൂളിനും 2 questions ഉണ്ടാവും. ആൻഡ് ഔട്ട് ഓഫ് വിച്ച് 1 question ഷുഡ് ബി ആൻസർഡ്. അപ്പൊ 2 question ഉണ്ടാവും, ഓറായിട്ടായിരിക്കും ഉണ്ടാവും. അതിൽ ഒരു ക്വസ്റ്റ്യൻ മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, അറ്റൻഡ് ചെയ്താൽ മതി. ഓക്കെ, ഇനി ഈ 9 മാർക്ക്, അതായത് ഒരു മൊഡ്യൂളിന് പറഞ്ഞിട്ടുണ്ട് ഒരു 9 മാർക്കിനാണ് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവുക. അപ്പൊ ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഈച്ച് ക്വസ്റ്റ്യൻ ഹാവ് എ മാക്സിമം ഓഫ് 3 subdivision. അപ്പൊ മാക്സിമം നിങ്ങൾക്ക് എന്താ 3 subdivisions വരാം. അതായത് ഇപ്പൊ നമ്മൾ 9 ഒക്കെ ആണെങ്കിൽ ഒന്നെങ്കിൽ നിങ്ങൾക്ക് 2, 5, 2 അങ്ങനെ പല റേഞ്ചിൽ നിങ്ങൾക്ക് വരും. ഓക്കെ, സോ 3 subdivisions ആയിട്ട് നിങ്ങൾക്ക് ഈ 9 മാർക്സിനെ നിങ്ങൾക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ അങ്ങനെ 9 × 4 ദാറ്റ് ഈസ് 36. സോ 36 + 24 നിങ്ങൾക്ക് ടോട്ടൽ എത്ര 60 മാർക്സിനാണ് നിങ്ങൾക്ക് ഉള്ളത്. ഓക്കെ, ഇനി നമുക്ക് നമ്മളെ മൊഡ്യൂളിലോട്ട് നമ്മളെ സിലബസിലോട്ട് കടക്കാം. അപ്പോൾ ഫസ്റ്റ് മൊഡ്യൂളിൽ നമ്മൾ എന്താണ് നമ്മൾ പഠിക്കുന്നത് നോക്കാം. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റാറ്റിക്കലി ഡിറ്റർമിനേറ്റ് ട്രസ്സസ് ആണ്. നമ്മൾ ട്രസ്സിന്റെ അനാലിസിസ് ഓഫ് ട്രസ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും നമ്മുടെ ട്രസ് വർക്ക്സുകൾ അല്ലേ. നമ്മളിങ്ങനെ ട്രസ് വർക്ക്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഓക്കെ, ഈ ട്രസ് വർക്ക്സിന്റെ അനാലിസിസ് ആണ് അവിടെ വരുന്ന ഓരോ മെമ്പേഴ്സിലും എന്തുമാത്രം ലോഡ് വരുന്നുണ്ട് എന്നുള്ളതൊക്കെ നമ്മൾ കാണുന്ന അനാലിസിസ് ഓഫ് ട്രസ് എന്ന് പറയും. അപ്പം ഈ അനാലിസിസിന് വേണ്ടി നമുക്ക് 2 മെത്തേഡ്സ് ആണുള്ളത്. ഒന്ന് തന്നെ അനാലിസിസ് യൂസിങ് മെത്തേഡ് ഓഫ് ജോയിൻസ് ആൻഡ് മെത്തേഡ് ഓഫ് സെക്ഷൻസ്. മെത്തേഡ് ഓഫ് ജോയിൻസും മെത്തേഡ് ഓഫ് സെക്ഷൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ 2 മെത്തേഡ്സ് വെച്ചിട്ട് നമ്മൾ അനാലിസിസ് ഓഫ് ട്രസ്. അപ്പോൾ എല്ലാ വർഷവും ഈ അനാലിസിസ് ഓഫ് ഡിറ്റർമിനഡ് ട്രസ് എന്ന് ഒരു ക്വസ്റ്റ്യൻ എപ്പോഴും മാൻഡറ്ററി ആണ് കേട്ടോ. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ കേബിൾസ് ആൻഡ് സസ്പെൻഷൻ ബ്രിഡ്ജസ് ആണ്. സോ അതിൽ എന്ന് പറഞ്ഞാൽ ഫോഴ്സസ് ഇൻ ലോഡഡ് കോൺസെൻട്രേറ്റഡ് ആൻഡ് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് കേബിൾസ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഒരു സസ്പെൻഷൻ ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ നമ്മൾ തൂക്കുപാലാണ് അല്ലേ, സസ്പെൻഷനിലായ ബ്രിഡ്ജ്.
ബ്രിഡ്ജ്. അപ്പോൾ ബ്രിഡ്ജിലൂടെ വരുന്ന എന്തൊക്കെ ടൈപ്പ് ലോഡ്സ് ആണ്? ഒന്ന് കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ലോഡ്സ്, പോയിന്റ് ലോഡ്സ്, പിന്നെ നമ്മൾ UDL, മനസ്സിലായോ? യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ്സ്. ഈ രണ്ട് ലോഡ്സ് വരുന്നതിന് ഫോഴ്സസ് കണ്ടുപിടിക്കാൻ ഇൻലോഡഡ് ആയിട്ടുള്ള കേബിൾസിൽ വരും. പിന്നെ ലെങ്ത് ഓഫ് കേബിൾസ്, ലെങ്ത് ഓഫ് കേബിൾ കാണാൻ ഒരു ഇക്വേഷൻ ഉണ്ട്, അത് ഇട്ട് കൊടുക്കാം. പിന്നെ സപ്പോർട്ട്സ് അറ്റ് ദ സെയിം ആൻഡ് ഡിഫറെന്റ് ലെവൽ. അപ്പോൾ നമ്മളെ ഒന്നെങ്കിൽ നമ്മൾ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ സെയിം ലെവലിലായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ സപ്പോർട്ട് ഒന്ന് ഒരു ലെവലും ഒന്ന് ഡിഫറെന്റ് ലെവലും. സോ ഈ രണ്ട് കേസും എക്സ്പെക്ട് ചെയ്യാം. മാക്സിമം ടെൻഷൻ ഇൻ ദ സസ്പെൻഷൻ കേബിൾ, ഒരു സസ്പെൻഷൻ കേബിളിൽ എന്തുമാത്രം ടെൻഷൻ ആക്ട് ചെയ്യുന്നുണ്ട് കാണാനും, അതുപോലെ അതിന്റെ ബാക്ക് സ്റ്റേജും പ്രഷർ ഓൺ ദ ടവേഴ്സും ആണ് ഉള്ളത്. ഇനി ഇതിൽ തന്നെ സിമ്പിൾ സസ്പെൻഷൻ ബ്രിഡ്ജ് വിത്ത് 3 hinge സ്റ്റിഫനിങ് ഗ്രിഡ്, നമ്മൾ എന്ത് ചെയ്യും? സ്റ്റിഫനിങ് ഗ്രിഡേഴ്സ് കൊടുക്കാറുണ്ട് താഴെ. ഓക്കെ, ആ സ്റ്റിഫനിങ് ഗ്രിഡർ ഉള്ളതും നമ്മൾ പഠിക്കണം. അതിൽ വരുന്ന ബെൻഡിങ് മൊമെന്റ്സും ഷിയർ ഫോഴ്സ് ഡയഗ്രം കൂടി നമ്മൾ പഠിക്കണം. ഓക്കെ, സോ ഇത്രയാണ് നിങ്ങൾക്ക് കേബിൾസ് ആൻഡ് സസ്പെൻഷൻ ബ്രിഡ്ജ് എന്നൊരു ടോപ്പിക്കിൽ ഉള്ളത്. നെക്സ്റ്റ് നമുക്കുള്ളത് ഡിഫോർമേഷൻ റെസ്പോൺസ് ഓഫ് സ്റ്റാറ്റിക്കലി ഡിറ്റർമിനേറ്റ് ആയിട്ടുള്ള ബീംസ് ആണ്. സോ അതിൽ വരുന്ന മൊമെന്റ് ഏരിയ മെത്തേഡ് ആണ്. ഈ മൊമെന്റ് ഏരിയ മെത്തേഡ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതിൽ കുറച്ച് ഞാൻ നിങ്ങൾക്ക് ഷോർട്ട് ട്രിക്സും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. ഇൻ കേസ് നിങ്ങൾക്ക് അത് ഡയറക്റ്റ് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ഷോർട്ട് ട്രിക്കിലൂടെ നിങ്ങൾക്ക് ആൻസറിലോട്ട് എത്താനും പറ്റും. ഓക്കെ, സോ അതിൽ നമുക്ക് മോസിന്റെ തിയറം വരുന്നുണ്ട്. മോസ് തിയറം 1 ഉണ്ട് 2 ഉണ്ട്. വളരെ സുഖമാണ്, ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു ആവശ്യമുള്ളൂ. ഓക്കെ, ഇനി application to determinate deformation of cantilever and simply supported beams. അപ്പോൾ ഇവിടെ നമ്മൾ cantilever ബീംസും അതുപോലെ നമുക്ക് പല ബീംസ് ഉണ്ട് അല്ലേ. ഒന്ന് നമുക്ക് cantileverഉം അതുപോലെ സിംപ്ലി സപ്പോർട്ടഡും ആയിട്ടുള്ള ഈ രണ്ട് ബീംസ് മാത്രമാണ് നമ്മളിവിടെ അനാലിസ് ചെയ്യുന്നത്. അത് തന്നെ പ്രിസ്മാറ്റിക് ബീംസ് ആൻഡ് വേരി, അതായത് പ്രിസ്മാറ്റിക് ആൻഡ് ബീംസ് ഓഫ് വേരിങ് ക്രോസ് സെക്ഷൻ. അതായത് ഒന്നെങ്കിൽ നമ്മൾ പ്രിസ്മാറ്റിക് സെയിം ക്രോസ് സെക്ഷൻ ആയിരിക്കും ഹോൾ ഉണ്ടാവുക. ചില ബീം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയായിരിക്കും ക്രോസ് സെക്ഷൻസ് ഉണ്ടാവുക, ഒന്ന് കൂടിയിട്ടോ ഒന്ന് കുറഞ്ഞിട്ടോ, മനസ്സിലായി ഇങ്ങനെ. സോ നമുക്ക് യൂണിഫോമിലി അതായത് വേരിങ് ഉണ്ടാവും, അതുപോലെ പ്രിസ്മാറ്റിക് ബീംസ് ഉണ്ടാവും. ഓക്കെ, ഇറ്റ് ഈസ് സബ്ജക്ട് ടു കോൺസെൻട്രേറ്റഡ് ആൻഡ് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ്. അപ്പൊ നമുക്ക് എന്തൊക്കെയാ പഠിക്കല്ലേ? നമുക്ക് ഒരു കാന്റിലിവറിന്റെ ഒന്നെങ്കിൽ നമുക്ക് പോയിന്റ് ലോഡ് വരുന്നതും അതുപോലെ കാന്റിലിവർ ക്യാരി നമുക്ക് UDL പഠിക്കാറുണ്ട്. സെയിം ടൈം നമ്മൾ സിംപ്ലി സപ്പോർട്ടഡ് ക്യാരിങ് പോയിന്റ് ലോഡും അതുപോലെ സിംപ്ലി സപ്പോർട്ടഡ് ബീം ക്യാരിങ് UDL. ഓക്കെ, സോ ഈ കാര്യങ്ങളാണ്, ഇത്രയും കാര്യങ്ങൾ. അപ്പൊ 3 കാര്യങ്ങളാണ്. ഒന്ന് അനാലിസിസ് ഓഫ് സ്ട്രെസ്സും, പിന്നെ സസ്പെൻഷൻ ബ്രിഡ്ജസും, അതുപോലെ നമ്മുടെ മൊമെന്റ് ഏരിയ തിയറും. ഓക്കെ, ഈ ഒരു 3 കാര്യങ്ങളാണ് നമുക്ക് മൊഡ്യൂൾ 1 നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, ഇനി നമ്മളെ മൊഡ്യൂൾ 2 നോക്കാം. ഓക്കെ, മൊഡ്യൂൾ 2 എന്ന് പറഞ്ഞാൽ the deformation response of statically determinate beams. നമുക്കറിയാം ഡിറ്റർമിനേറ്റ് ബീംസ് ഉണ്ട്, ഇൻഡിറ്റർമിനേറ്റ് ആയിട്ടുള്ള ബീംസ് ഉണ്ട്. ഓക്കെ, സോ ഇൻഡിറ്റർമിനേറ്റ് ബീംസ് എന്ന് പറഞ്ഞാൽ അവിടെ നമ്പർ ഓഫ് എക്വിലിബ്രിയം ഇക്വേഷൻസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നമ്പർ ഓഫ് അൺനോൺസിലാറ്, അതായത് നമ്മളെ നമ്പർ ഓഫ് എക്വിലിബ്രിയം ഇക്വേഷൻസിലാറ് ഗ്രേറ്റർ ആയിരിക്കും അവിടെ വരുന്ന നമ്പർ ഓഫ് അൺനോൺ റിയാക്ഷൻസ് എന്ന് പറയുന്നത്. എന്നാൽ നമ്മുടെ ഡിറ്റർമിനേറ്റ് ആയിട്ട് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ അവിടെ അൺനോൺ ആയിട്ടുള്ള നമ്പർ ഓഫ് അൺനോൺസ് എന്ന് പറയുന്നതായിരിക്കും നമ്മളെ ഈക്വൽ ടു ഇക്വിലിബ്രിയം ഇക്വേഷൻസിന് ഈക്വൽ ആയിരിക്കും. സോ അതിനെ നമ്മൾ എന്ത് പറയുന്നത്? ഡിറ്റർമിനേറ്റ് സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത്, ബീംസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അതിൽ തന്നെ നമുക്ക് 2 ഉണ്ട്. ഒന്ന് കോൺജുഗേറ്റ് ബീം മെത്തേഡ് ഉണ്ട്, പിന്നെ അതിൽ തന്നെ എനർജി പ്രിൻസിപ്പിൾസ് ആൻഡ് എനർജി തിയറംസ്. ഈ 2 കാര്യങ്ങളിൽ പഠിക്കാം. സോ കോൺജുഗേറ്റ് ബീം മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് റിയൽ ബീം ഉണ്ട്, കോൺജുഗേറ്റ് ബീം ഉണ്ട്. ഓക്കെ, സോ ആ റിയൽ ബീമും കോൺജുഗേറ്റ് ബീമും എന്താണെന്നുള്ളത്, പിന്നെ അതിലെ ബൗണ്ടറി കണ്ടീഷൻസ് നമ്മൾ അപ്ലൈ ചെയ്യാണ്ട്, പിന്നെ അപ്ലിക്കേഷൻസ് ടു ഡിറ്റർമിൻ ഡിഫോർമേഷൻ ഓഫ് കാന്റിലിവർ ആൻഡ് സിംപ്ലി സപ്പോർട്ടഡ് ബീം. ഇവിടെ നമുക്ക് കാന്റിലിവറും അതുപോലെ സിംപ്ലി സപ്പോർട്ടഡ് ബീംസ് ആണ് പഠിക്കാനുള്ളത്. അത് തന്നെ പ്രിസ്മാറ്റിക് ഉണ്ട്, യൂണിഫോമിലി വേരിങ് ക്രോസ് സെക്ഷൻ ഉണ്ട്, സെയിം ക്രോസ് സെക്ഷൻ ഉള്ളതും അതുപോലെ ഡിഫറെന്റ് ഓരോ സ്പാനിൽ ഡിഫറെന്റ് ക്രോസ് സെക്ഷൻ ഉള്ളതുണ്ട്. ഓക്കെ, അതും എന്താ ക്യാരി ചെയ്യുന്നത്? കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ലോഡും അതുപോലെ യൂണിഫോമിലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ടുള്ള ലോഡും. അപ്പൊ നിങ്ങൾക്ക് 2 ടൈപ്പ് ബീമാ പഠിക്കാനുള്ളൂ, ഒന്ന് കാന്റിലിവറും ഒന്ന് സിംപ്ലി സപ്പോർട്ടഡും. അവിടെ വരുന്ന ലോഡിങ്, ഇപ്പൊ നമുക്ക് ലോഡിങ് നിങ്ങളിപ്പോ നമ്മളെ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലെ. നമുക്ക് ടൈപ്പ് ഓഫ് ലോഡ്സ് എന്തൊക്കെയാണ് നമുക്ക് വരുന്നത്? ടൈപ്പ് ഓഫ് ലോഡ്സ് നമുക്ക് വരുന്നത് ഒന്ന് പോയിന്റ് ലോഡ് വരുന്നുണ്ട്, അതുപോലെ UDL വരുന്നുണ്ട്, UVL വരുന്നുണ്ട് അല്ലേ. പക്ഷെ നമുക്ക് ഇവിടെ എന്താണ്? കോൺസെൻട്രേറ്റ് ലോഡും അതുപോലെ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡാണ് പഠിക്കാറ്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എനർജി പ്രിൻസിപ്പിൾസ് ആൻഡ് എനർജി തിയറംസ് ആണ്. സോ അതിൽ നമുക്ക് കാസ്റ്റിഗ്ലിയാനോസ് തിയറം 1 ഉണ്ട്. അത് തന്നെ ഇതൊക്കെ ഒരു തിയറി ബേസ്ഡ് ആണ്. ഞാൻ നിങ്ങൾക്ക് ലിറ്റിൽ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾസ് ഒക്കെ വെച്ചിട്ടാണ് തരാം. സോ പ്രിൻസിപ്പിൾസ് ഓഫ് റിച്വൽ വർക്ക് ഉണ്ട്, ബെറ്റീസ് തിയറി ഉണ്ട്, മാക്സ്വെൽസ് ലോ ഓഫ് റെസിപ്രോക്കൽ ഡിഫ്ലക്ഷൻസ് ഉണ്ട്. ഇതിൽ ഏതെങ്കിലും കാസ്റ്റിഗ്ലിയാനോസ് തിയറം, മാക്സ്വെൽ ലോ ഓഫ് നമ്മുടെ ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നതൊക്കെ ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് യൂണിവേഴ്സിറ്റി ചോദിച്ചിട്ടുള്ള ഒരു പാർട്ടാണ്. ഓക്കെ, ഇനി ഇത് തന്നെ വളരെ എളുപ്പമുള്ള ഒരു മെത്തേഡാണ് യൂണിറ്റ് ലോഡ് മെത്തേഡ് എന്ന് പറയുന്നത്. ഡിറ്റർമിനേഷൻ ഓഫ് ഡിഫ്ലക്ഷൻ ഓഫ് സ്റ്റാറ്റിക്കലി ഡിറ്റർമിനേറ്റ് ബീം. സോ സ്റ്റാറ്റിക്കലി ഡിറ്റർമിനേറ്റ് ആയിട്ടുള്ള ബീംസിനെ നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്തുണ്ട്? നമുക്ക് യൂണിറ്റ് ലോഡ് മെത്തേഡ് ഉണ്ട്. അത് തന്നെ യൂണിറ്റ് ലോഡ് മെത്തേഡ് നമുക്ക് ബീംസും ഫ്രെയിംസും ട്രസ്സസും നമുക്ക് എന്ത് ചെയ്യണം? ഇതിൽ അനലൈസ് ചെയ്യാണ്ട്. ഓക്കെ, ഇനി
നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ മൊഡ്യൂൾ 3 ആണ്. സോ മൊഡ്യൂൾ 3 എന്ന് പറയുന്നത് ഇൻഡിറ്റർമിനേറ്റ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് ആണ്. അപ്പോൾ അവിടെ വരുന്ന നമ്പർ ഓഫ് നമ്മൾ എന്താണ് നമ്മുടെ അൺനോൺസ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓഫ് നമ്മളെ ഇക്വിലിബ്രിയം ഇക്വേഷൻസ് ആയിരിക്കും. സോ ഇവിടെ എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ടു ഫോഴ്സ് മെത്തേഡ് ഓഫ് അനാലിസിസ് ആണ്. നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് മെത്തേഡ് ഉണ്ട്, ഫോഴ്സ് മെത്തേഡ് ഉണ്ട്. സോ ഇതിവിടെ നമ്മൾ ഫോഴ്സ് മെത്തേഡ് ഓഫ് അനാലിസിസ് ആണ്. സോ ഹിയർ ശ്രദ്ധിക്കേണ്ട കാര്യം ഇൻഡിറ്റർമിനേറ്റ് ആയിട്ടുള്ള സ്ട്രക്ചർ ആണ്. മനസ്സിലായോ? സോ സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി എന്താണെന്നുള്ളതും നമ്മൾ ജസ്റ്റ് ഒരു ചെറിയ എക്സാമ്പിൾസ് വെച്ചിട്ടൊക്കെ നോക്കും. ഇനി ഇതിൽ തന്നെ അനാലിസിസ് സ്റ്റാറ്റിക്കലി ഇൻഡിറ്റർമിനന്റ് സ്ട്രക്ചേഴ്സിൽ നമുക്കുള്ളത് കാസ്റ്റിഗ്ലിയാനോസ് തിയറം 2 ആണ്. ഓക്കെ, കാസ്റ്റിഗ്ലിയാനോസ് തിയറം എന്താണുള്ളത്? അതിന്റെ 2 ഉണ്ട്, 1 ഉണ്ട് 2 ഉണ്ട്. ഇത് തന്നെ മിനിമം സ്ട്രെയിൻ എനർജി മെത്തേഡ് ഫോർ അനാലിസിസ് സ്റ്റാറ്റിക്കലി ഇൻഡിറ്റർമിനന്റ് സ്ട്രക്ചേഴ്സിന്റെ ഈ മിനിമം സ്ട്രെയിൻ എനർജി മെത്തേഡ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇല്ലുസ്ട്രേഷൻ മാത്രമാണ് ഉള്ളത്. ഓക്കെ, മെത്തേഡ്സ് ആയിട്ടുള്ള ഇല്ലുസ്ട്രേഷൻ മാത്രമായിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ മെത്തേഡ് ഓഫ് കൺസിസ്റ്റന്റ് ഡിഫോർമേഷൻ ആണ്. അതിൽ നമ്മൾ അനാലിസിസ് ഓഫ് ബീംസ് ഉണ്ട്, ഫ്രെയിംസ് ഉണ്ട്, ട്രസ്സസ് ഉണ്ട്. ഇതിന് സിമ്പിൾ പ്രോബ്ലംസ് ആയിരിക്കും ഉണ്ടാവുക. അതിൽ നിങ്ങൾക്ക് 1 റിഡൻഡന്റ് ഉണ്ടാവുക. 1 റിഡൻഡന്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ നമ്പർ ഓഫ് അൺനോൺസ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ നമ്പർ ഓഫ് ഇക്വിലിബ്രിയം ഇക്വേഷൻസ് ആയിരിക്കും. അപ്പൊ ഈ അൺനോൺസ് എക്സ്ട്രാ ഇക്വിലിബ്രിയം ഇക്വേഷൻസ് 3 ആണുള്ളത്. സമ്മേഷൻ ഓഫ് ഹൊറിസോണ്ടൽ ഫോഴ്സ്, വെർട്ടിക്കൽ ഫോഴ്സ്, അതുപോലെ നമ്മൾ മൊമെന്റ് ഈക്വൽ ടു 0. അപ്പൊ നമുക്ക് ഈ സ്റ്റാറ്റിക്കൽ ഇൻഡിറ്റർമിനൻസി എന്ന് പറഞ്ഞാൽ നമുക്ക് 2 ഉം 3 ഒക്കെ ആവാം. അപ്പൊ ഇവിടെ 1, 2, 3 ഒക്കെ ആവാം. അപ്പൊ ഇവിടെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ റിഡൻഡൻസി എന്ന് പറയുന്നപ്പോഴും 1 നമ്മളെ അൺനോൺസ് നമ്പർ ഓഫ് അൺനോൺസ് ഗ്രേറ്റർ ദാൻ ഇക്വിലിബ്രിയം ഇക്വേഷൻസ് എന്ന് പറഞ്ഞാൽ 1 ആകുന്ന കേസ് മാത്രമേ ഉണ്ടാവുള്ളൂ. അതുപോലെ ഇല്ലുസ്ട്രേഷൻ ഓൺലി ഫോർ 2 റിഡൻഡന്റ് പ്രോബ്ലംസ്. അതായത് നമ്മളെ അൺനോൺസിന്റെ നമ്മളെ റിഡൻഡന്റ് സ്റ്റാറ്റിക്കൽ ഇൻഡിപെൻഡൻസി നമുക്ക് 2 ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ജസ്റ്റ് 2 വരുമ്പോൾ നിങ്ങൾ എങ്ങനെ ചെയ്യാന്നുള്ളത് ഇല്ലുസ്ട്രേഷൻ മാത്രം മതി, ജസ്റ്റ് സ്റ്റെപ്പ് മാത്രം മതി. ഇത് കഴിഞ്ഞ എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു കേട്ടോ. ഇനി നെക്സ്റ്റ് ആണ് നമ്മളെ കോൺസെപ്റ്റ് ഓഫ് ഇഫക്റ്റ് ഓഫ് പ്രീ സ്ട്രെയിൻ എന്താണ്, അതുപോലെ ലാക്ക് ഓഫ് ഫിറ്റ്, അതൊക്കെ തിയറിയാണ്. അതുപോലെ ടെമ്പറേച്ചർ ചേഞ്ചസ്, സപ്പോർട്ട് സെറ്റിൽമെന്റ്സ്, ഇതിനൊക്കെ ഇല്ലുസ്ട്രേഷൻസ് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് മൊഡ്യൂൾ 4 കടക്കാം. മൊഡ്യൂൾ 4 എന്ന് പറഞ്ഞാൽ നമ്മൾ 3 ഹിഞ്ച്ഡ് ആർച്ചസ് ആണ്. ഓക്കെ, ഹിഞ്ച്ഡ് ആർച്ചസിനെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? ഇതാണ് നമ്മളെ ആർച്ചസ്. സോ ഇതിൽ 3 ഹിഞ്ച്ഡ് ആയിട്ടുള്ള ഒരു ആർച്ചസ് ആണ് നമ്മൾ പറയുന്നത്. സോ അതിന്റെ ആക്ഷൻ ഓഫ് എൻ ആർച്ച്, ഒരു ആർച്ചിന്റെ ആർച്ച് ആക്ഷൻ എന്തൊക്കെയാണ്? ഇതിൽ വരുന്ന ഒരു ഇമ്പോർട്ടന്റ് തിയർ ആണ് എഡ്ഡീസ് തിയർ എന്ന് പറയുന്നത്. അതുപോലെ നമ്മൾ 3 ഹിഞ്ച്ഡ് പാരാബോളിക്കും സർക്കുലർ ആയിട്ടുള്ള ആർച്ചസ് ഉണ്ട്. പാരാബോളിക് ഇതുണ്ട്, സർക്കുലർ ആർച്ചസ് ഉണ്ട്. അതിൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഒന്നെങ്കിൽ ആർച്ച് സെയിം ലെവലാവും അല്ലെങ്കിൽ ഡിഫറെന്റ് ലെവൽ. അപ്പൊ ഇവിടെ വിത്ത് സപ്പോർട്ട് സെറ്റ് സെയിം ലെവൽ മാത്രമേ നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. പിന്നെ ഡിറ്റർമിനേഷൻ ഓഫ് ഹൊറിസോണ്ടൽ ത്രസ്റ്റും അതുപോലെ ബെൻഡിങ് മൊമെന്റും നോർമൽ ത്രസ്റ്റും റേറ്റ് റേഷ്യോ, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എല്ലാ വർഷവും ഒരു ക്വസ്റ്റ്യൻ അതിന് നിർബന്ധമായിട്ട് ചോദിക്കാറുണ്ട്. ഓക്കെ, സോ ഇതെല്ലാം നമുക്ക് ഡിറ്റർമിനേറ്റ് ചെയ്യും. വളരെ എളുപ്പമാണ്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ ഡയറക്റ്റ് നിങ്ങൾക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ കിട്ടുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇനി നെക്സ്റ്റ് ആണ് മൂവിംഗ് ലോഡ്സ് ആൻഡ് ഇൻഫ്ലുവൻസ് ലൈൻസ് എന്ന് പറയുന്നത്. അത് നമ്മൾ ഇത്രയും കാലം നമ്മൾ പഠിച്ച ഡെഡ് ലോഡ്സിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എപ്പോഴും ഒരു ഡിസൈൻ ചെയ്തിട്ടുള്ളത് അല്ലെ? അവിടെ വരുന്ന ഡെഡ് ലോഡ്സ്. പക്ഷെ മൂവിംഗ് ലോഡ്സ്, ഇപ്പൊ നമ്മൾ ഒരു ബ്രിഡ്ജസ് ഒക്കെ എടുക്കുമ്പോൾ നമുക്കറിയാം കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ വെഹിക്കിൾസിന്റെ ലോഡ് ഉണ്ടാവും, അതുപോലെ നമ്മുടെ പെഡസ്ട്രിയൻസിന്റെ ലോഡ്, അങ്ങനെ പല കാര്യങ്ങളുണ്ടാവും. അങ്ങനെ മൂവിംഗ് ലോഡ്സിനെ കുറിച്ച് പഠിക്കുന്നതാണ് നമ്മൾ മൂവിംഗ് ലോഡ്സ് ആണ് ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രം എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം, നമ്മൾ ഷിയർ ഫോഴ്സ് ഡയഗ്രം, നിങ്ങൾ MOS പഠിച്ച ഷിയർ ഫോഴ്സ് ഡയഗ്രം, അതുപോലെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം ഒക്കെ വെച്ചാൽ ഓൺലി ബേസ്ഡ് ഓൺ ഡെഡ് ലോഡ്സ് ആണ്. അപ്പൊ മൂവിംഗ് ലോഡ്സ് വരുമ്പോൾ നമുക്ക് എങ്ങനെയാണ്, അപ്പൊ അവിടെ വരുന്ന ഡയഗ്രത്തിന്റെ പേര് നമ്മൾ ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രം എന്ന് പറയുന്നു. ഓക്കെ, സോ ഇൻട്രൊഡക്ഷൻ ടു മൂവിംഗ് ലോഡ്സ്, എങ്ങനെയാണ് മൂവിംഗ് ലോഡ്സ് വരുമ്പോൾ, അതുപോലെ അവിടെ വരുന്ന കോൺസെപ്റ്റ് ഓഫ് ഇൻഫ്ലുവൻസ് ലൈൻസ് ഉണ്ട്, ഇൻഫ്ലുവൻസ് ലൈൻസ് ഓഫ് റിയാക്ഷൻ ഉണ്ട്, അതുപോലെ അവിടെ ഷിയർ ഫോഴ്സും ബെൻഡിങ് മൊമെന്റും പിന്നെ സിംപ്ലി സപ്പോർട്ടഡും ഓവർ ഹാങ്ങിങ് ബീംസ് ആണ് ഉള്ളത്. ഓക്കെ, ഇതിൽ തന്നെ അനാലിസിസ് ഓഫ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മൂവിംഗ് ലോഡ്സ് വരുന്നുണ്ട്. അതിൽ സിംഗിൾ കോൺസെൻട്രേറ്റഡ് ലോഡ് ഉണ്ട്, അതുപോലെ സെവറൽ സിംഗിൾ ആയിട്ടുള്ള ലോഡ് ഉണ്ട്, അതുപോലെ സെവറൽ ആയിട്ടുള്ള കോൺസെൻട്രേറ്റഡ് ലോഡ് ഉണ്ട്, പിന്നെ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ്, അതിൽ ഷോർട്ടർ സ്പാൻ ഉണ്ട്, അതുപോലെ ലോങ്ങർ സ്പാൻ ഉണ്ട്. പിന്നെ ഇതിൽ കണ്ടീഷൻസ് ഫോർ ദ മാക്സിമം ബെൻഡിങ് മൊമെന്റ് ആൻഡ് ഷിയർ ഫോഴ്സ്, നമുക്ക് മാക്സിമം ബെൻഡിങ് മൊമെന്റ് കാണാൻ, ഇതാണ് അധികം ചോദിച്ചിട്ടുള്ളത്. നമുക്ക് ലോങ്ങറും ഷോർട്ടറും തരും, അതിന്റെ കൂടെ തന്നെ മാക്സിമം ബെൻഡിങ് മൊമെന്റ് കാണാനുള്ള നമുക്ക് കണ്ടീഷനും അതുപോലെ ഷിയർ ഫോഴ്സ് കാണാനുള്ള കണ്ടീഷൻസ്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് നമുക്ക് ഈ ഒരു സിലബസ് മൊത്തം ഈ ഒരു സ്ട്രക്ചറൽ അനാലിസിസ് 1 നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻസ് നോക്കാം. എന്തുകൊണ്ടാണ് നമ്മൾ അനാലിസിസിൽ ഓരോ മൊഡ്യൂളിന്റെ നമ്മൾ ആപ്ലിക്കേഷൻസ് എന്താണെന്ന് നോക്കാം. സോ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ മൊഡ്യൂൾ ഫോക്കസ് എന്ന് പറഞ്ഞാൽ സ്റ്റാറ്റിക്കലി ഡിറ്റർമിനേറ്റ് ഉള്ള ട്രസ്സസ്, കേബിൾസ്, ബീം ഡിഫോർമേഷൻസ്, ഇതെല്ലാം നമ്മൾ മൊഡ്യൂൾ 1 പഠിക്കുന്നു. ഓക്കെ, സോ അതിൽ തന്നെ ഡിസൈൻ റൂഫ് ട്രസ്സസ് ഫോർ ഇൻഡസ്ട്രിയൽ ആൻഡ് ബ്രിഡ്ജ് സ്ട്രക്ചേഴ്സ് അല്ലെ? നമുക്കറിയാം അധികം ട്രസ് വർക്ക്സ് നമ്മൾ കണ്ടില്ലേ, ഇൻഡസ്ട്രിയലിലുള്ള ഷെഡിനൊക്കെ നമ്മൾ കൊടുക്കാറുണ്ട്. അതുപോലെ നമ്മളെ പാലത്തിന്റെ ഒക്കെ പോകുമ്പോൾ നമ്മൾ സൈഡിൽ കൂടെ കാണാല്ലേ, ചില സ്റ്റീൽസിനൊക്കെ നമ്മളെ സ്റ്റീൽ കൊണ്ട് ഉണ്ടാക്കിയ ബ്രിഡ്ജസിന്റെ സൈഡിൽ കൂടെ ഒക്കെ നമുക്ക് കാണാം എന്ത് കൊടുത്തിട്ടുണ്ട്, നമ്മൾ ട്രസ് വർക്ക് കൊടുക്കണം. സോ അവിടെ വരുന്ന ഡിസൈൻ നോക്കുക, റൂഫ് ട്രസ്സസിന്റെ, അതേമാതിരി നമ്മൾ ഇൻഡസ്ട്രിയൽ ആയിട്ടുള്ള ഷെഡ്സിന്റെ ഒക്കെ റൂഫ് വരുന്ന റൂഫ് നമ്മൾ ട്രസ് വർക്ക് കൊണ്ട് കൊടുത്തിട്ടുണ്ട് അതിന്റെ, അതുപോലെ ബ്രിഡ്ജസിലൊക്കെ വരുന്ന സ്ട്രക്ചേഴ്സിന്റെ ഒക്കെ ഡിസൈൻ കാണാൻ വേണ്ടി. ആൻഡ് അനാലിസിസ് സസ്പെൻഷൻ ബ്രിഡ്ജ് കേബിൾസ് അണ്ടർ ട്രാഫിക് ലോഡ്സ്, പിന്നെ നമ്മൾ സസ്പെൻഷൻ ബ്രിഡ്ജ് നമ്മൾ കൊടുക്കുമ്പോൾ അവിടെ വരുന്ന ട്രാഫിക് ലോഡ്സിനെ ബേസ് ചെയ്തിട്ടാണ് കൊടുക്കുക അല്ലെ? സോ അത് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടും
ഇവാലുവേറ്റ് ദ ബീം ഡിഫ്ലക്ഷൻ ഇൻ ബിൽഡിംഗ്സ് ആൻഡ് ബ്രിഡ്ജ് കോമ്പണന്റ്സ് അല്ലേ. അതുപോലെ ഇവിടെ നമുക്ക് എന്ത് ചെയ്യണം, ബീമിന്റെ എങ്ങനെ ബീം ഡിഫ്ലക്ട് ചെയ്യും, എങ്ങനെ ഒരു ബിൽഡിങ്ങിലും ബ്രിഡ്ജ് കോമ്പണന്റ്സിലൊക്കെ എങ്ങനെയാണെന്നുള്ളത്. ഡിറ്റർമൈൻ ദ സേഫ് ലോഡിംഗ് ക്യാരിങ് കപ്പാസിറ്റി ഓഫ് എ സ്ട്രക്ചർ മെമ്പർ. നമ്മൾ എന്തൊരു മെമ്പർ കൊടുക്കുമ്പോഴും ഡിസൈൻ ചെയ്യുമ്പോൾ അവിടെ എന്തെങ്കിലും സേഫ് ആയിട്ടുള്ള ലോഡ് ക്യാരി ചെയ്യാൻ പറ്റണം. ഓക്കെ, സോ അതിനൊക്കെ ഡിറ്റർമിൻ ചെയ്യാനും കൂടിയാണ്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസ് ഓഫ് മൊഡ്യൂൾ 1 എന്ന് പറയാം. നെക്സ്റ്റ് വൺ ഈസ് കോൺജുഗേറ്റ് ബീം മെത്തേഡ് അല്ലെങ്കിൽ എനർജി തിയറംസ് എന്ന് പറയുന്നത്, ദാറ്റ് ഈസ് മൊഡ്യൂൾ 2 ആണ്. സോ ഇവിടെ പ്രെഡിക്റ്റ് ദ സ്ട്രക്ചറൽ ഡിഫ്ലക്ഷൻസ് ഇൻ ബിൽഡിംഗ്സ് ആൻഡ് മെഷീൻ സപ്പോർട്ട്സ് അല്ലെ. നമ്മൾ ബിൽഡിംഗ്സിലും മെഷീൻ സപ്പോർട്ട്സിലൊക്കെ വരുന്ന നമുക്ക് എന്താ ഡിഫ്ലക്ഷൻസ്, സ്ട്രക്ചറൽ എന്തുമാത്രം ഡിഫ്ലക്ഷൻ അവിടെ സംഭവിക്കും എന്നുള്ളതൊക്കെ അനലൈസ് ചെയ്യാൻ വേണ്ടി, പ്രെഡിക്ട് ചെയ്യാൻ വേണ്ടി. ആക്സസ് ദ സർവീസബിലിറ്റി ഓഫ് ബീംസ് ആൻഡ് ഫ്രെയിംസ് അണ്ടർ ലോഡ്സ്. അപ്പൊ സർവീസബിൾ ആണ് നമ്മളെ വർക്കിംഗ് ലൈഫിൽ വരുമ്പോൾ എന്തുമാത്രം സർവീസബിൾ ആണ് നമ്മൾ ലോഡ്സ് വരുമ്പോൾ കാണാൻ. അപ്ലൈ ദ എനർജി മെത്തേഡ്സ് ഇൻ സ്ട്രക്ചർ ഡിസൈൻ ഒപ്റ്റിമൈസേഷൻ. പിന്നെ നമുക്ക് എന്താണ് സ്ട്രക്ചർ മെത്തേഡ്സിൽ നമുക്ക് എനർജി മെത്തേഡ്സ് വെച്ചിട്ട് നമുക്ക് ഒപ്റ്റിമൈസ് ചെയ്യാൻ പറ്റും. അതുപോലെ ദ ഇവാലുവേറ്റ് ഡിഫോർമേഷൻ ഇൻ ദ ട്രസസ് ആൻഡ് ഫ്രെയിം സ്ട്രക്ചേഴ്സ്. ട്രസസിനും ഫ്രെയിം സ്ട്രക്ചേഴ്സിനും നമുക്ക് എന്താണ് വരുന്ന ലോഡ്സിനെ അനലൈസ് ചെയ്യാനാണ്. ഓക്കെ, ഡിഫോർമേഷൻസ്, ലോഡ് കാരണമാണ് ഡിഫോർമേഷൻസ്. ഇനി ഇൻഡിറ്റർമിനേറ്റ് സ്ട്രക്ചർ ആണ് നമ്മൾ മൊഡ്യൂൾ 3 നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഇറ്റ് ഈസ് അനാലിസിസ് ദ കണ്ടിന്യൂസ് ബീംസ് ആൻഡ് റിജിഡ് ഫ്രെയിംസ് ഇൻ ദ മൾട്ടി സ്റ്റോറി ബിൽഡിംഗ്സ് അല്ലേ. അതായത് മൾട്ടി സ്റ്റോറി എന്ന് പറഞ്ഞാൽ നമ്മൾ അറിയാം, നമുക്ക് 25 സ്റ്റോറീസ് ഉള്ള നമുക്ക് അപ്പാർട്ട്മെന്റ്സ് അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ വരുന്ന കണ്ടിന്യൂസ് ആയിട്ട് ബീംസും റിജിഡ് ഫ്രെയിംസ് ഇൻ ദ മൾട്ടി സ്റ്റോറീസ് അതിന്റെ ബിൽഡിംഗ്സിലൊക്കെ നമുക്ക് അനലൈസ് ചെയ്യാം. പിന്നെ ഇവാലുവേറ്റ് ദ എഫക്ട് ഓഫ് ടെമ്പറേച്ചർ സെറ്റിൽമെന്റ്. സെയിം ടൈം നമ്മൾ ടെമ്പറേച്ചർ നോക്കണം, അവിടെ സെറ്റിൽമെന്റ് നോക്കണം. ഓക്കെ, ഡിസൈൻ ദ സേഫ് ഇൻഡിറ്റർമിനേറ്റ് സ്ട്രക്ചർ വിത്ത് റിഡൻസി. നമ്മൾ എന്താണ് നമ്പർ ഓഫ് അൺനോൺസ് എന്ത് മാത്രമാണ് അത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് ഡിറ്റർമൈൻ ചെയ്യണം. നമ്മൾ ഇൻഡിറ്റർമിനേറ്റ് ഉള്ള സ്ട്രക്ചേഴ്സ് നമ്മൾ എന്ത് ചെയ്യണം, ഡിസൈൻ ചെയ്യണം. ഓക്കെ, സോ ആക്സസ് ദ സ്ട്രക്ചർ ബിഹേവിയർ അണ്ടർ കോംപ്ലക്സ് ലോഡിംഗ് കണ്ടീഷൻസ്. ഇപ്പൊ നമുക്കറിയാം കോംപ്ലക്സ് ഒരുപാട് ലോഡ് വരുന്ന കണ്ടീഷൻസിൽ വിൻഡ് ലോഡ്സ്, അങ്ങനെ പല ഡെഡ് ലോഡ്സ്, ലൈവ് ലോഡ്സ്, ഇപ്പൊ നമ്മൾ പല ക്രെയിൻ ലോഡ്സ് ഇങ്ങനെയൊക്കെ പറയും. സോ പല ലോഡ്സ്, കോംപ്ലക്സ് ലോഡ്സ് വരുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും ഡിസൈൻ സ്ട്രക്ചർ ബിഹേവിയർ എന്തെങ്കിലും ദാറ്റ് ഷുഡ് ബി സേഫ് ആയിരിക്കണം. നെക്സ്റ്റ് നമ്മൾ ആർച്ചസ്, മൂവിംഗ് ലോഡ്സ്, ഇൻഫ്ലുവൻസ് ലൈൻ ആംഗിൾസ് ആണ് നമ്മൾ മൊഡ്യൂൾ 4 പഠിക്കുന്നത്. സോ അനാലിസിസ് ദ ആർച്ച് ബ്രിഡ്ജസ് ആൻഡ് കർവ്ഡ് സ്ട്രക്ചറൽ എലമെന്റ്സ് അല്ലേ. അപ്പൊ നമുക്ക് ആർച്ച് ആയിട്ടുള്ള ബ്രിഡ്ജസ് ഉണ്ടാവും, അതുപോലെ കർവ്ഡ് ആയിട്ടുള്ള ബ്രിഡ്ജസ് ഇങ്ങനെ ഇരിക്കും, ആർച്ച് കൊണ്ടുണ്ടാക്കിയ ബ്രിഡ്ജസ് ഉണ്ടാവും, അതുപോലെ കർവ്ഡ് ആയിട്ടുള്ള സ്ട്രക്ചറൽ സിസ്റ്റംസ് ഇതിനൊക്കെ അനലൈസ് ചെയ്യാൻ വേണ്ടിയും. ഇവാലുവേറ്റ് ദ ബ്രിഡ്ജ് റെസ്പോൺസ് ആണ് മൂവിംഗ് വെഹിക്കുലർ ലോഡ്സ് അല്ലേ. ഞാൻ പറഞ്ഞിട്ട് നമ്മൾ ബ്രിഡ്ജസിലൂടെ എന്ത് ചെയ്യും, മൂവിംഗ് ആയിട്ടുള്ള വെഹിക്കുലർ ലോഡ്സ് ഉണ്ട്. സോ അതൊക്കെ വരുന്ന അനലൈസ് ചെയ്യാനും. ഡിറ്റർമൈൻ ദ മാക്സിമം ഷോ ഫോഴ്സ് ആൻഡ് ബെൻഡിങ് മൊമെന്റ് ഇൻ ബ്രിഡ്ജ്. ഒരു ബ്രിഡ്ജിൽ എന്തുമാത്രം ഷോ ഫോഴ്സിന്റെ ബെൻഡിങ് മൊമെന്റ് വരുന്നുണ്ട് എന്നെല്ലാം കാണാം. ഈ യൂസ് ഇൻഫ്ലുവൻസ് ലൈൻസ് ഫോർ ഹൈവേ ആൻഡ് റെയിൽവേ ബ്രിഡ്ജ് ഡിസൈൻ. ഇത് നമ്മൾ ഹൈവേയിലും ബ്രിഡ്ജ് ഡിസൈൻസിലും നമുക്ക് ഇത് അപ്ലൈ ചെയ്യണം. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻസ് ഓഫ് സ്ട്രക്ചറൽ അനാലിസിസിന്റെ ഓരോ മൊഡ്യൂൾസും ഡിസ്കസ് ചെയ്യും. ഓക്കെ, സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ഒരു ക്ലാസ്സിന്റെ സെക്ഷൻ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സോ അനാലിസിസ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ്. നമ്മൾ തുടക്കത്തിലെ നമ്മൾ പഠിച്ചു പോയി കഴിഞ്ഞാൽ നമ്മൾ നന്നായിട്ട് നമ്മൾ ബേസിക് ആയിട്ട് നമ്മുടെ ക്ലാസ് ഒക്കെ വെച്ചാൽ വളരെ ബേസിക് ആണ്. ബേസിക് ആയിട്ട് നമ്മൾ പഠിച്ചു പോയി കഴിഞ്ഞാൽ സ്ട്രക്ചറൽ അനാലിസിസ് എന്ന സബ്ജക്ട് വളരെ ഈസിയാണ്. ഓക്കെ, സോ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി വിചാരിക്കുന്നു. സോ താങ്ക് യു സോ മച്ച്. ഹാവ് എ നൈസ് ഡേ.